ഫിസിക്സിനെ ഭയക്കേണ്ടതുണ്ടോ? പല മക്കളും പേരൻസിന്റെ നിർബന്ധ പ്രകാരമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ കിട്ടിയിരിക്കുന്ന A+ന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം സയൻസ് സബ്ജക്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ പല മക്കളും പ്രയാസമെന്ന് പറയുന്ന ഒരു വിഷയമാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. ഈ ഫിസിക്സിനെ എന്തുകൊണ്ട് ഭയക്കുന്നു എന്നതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പോലെ വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് അല്ല നമുക്ക് പഠിക്കാനുള്ളത്, മറിച്ച് 15 കൊലകൊമ്പൻ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഓരോ ചാപ്റ്റേഴ്സിലും വിശദമായ ഡെറിവേഷൻസ് ആണ് മക്കളെ നിങ്ങളെ കാത്തിരിക്കുന്നത്. അതൊരിക്കലും 10ാം ക്ലാസ് പോലെ 3ഓ 4ഓ സ്റ്റെപ്പുകളിൽ ഒതുങ്ങുന്ന ഡെറിവേഷൻസ് അല്ല, മറിച്ച് 2ഉം 3ഉം പുറങ്ങൾ വരുന്ന ഡീറ്റെയിൽഡ് ഡെറിവേഷൻസ് നമുക്ക് +1 ഫിസിക്സ് മുതൽ പഠിച്ചു തുടങ്ങേണ്ടതുണ്ട്. രണ്ടാമത്തെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ മാത്സ് ആണ്. ഫിസിക്സ് പഠിക്കുന്ന ഓരോ കുട്ടിക്കും മാത്സ് അറിഞ്ഞിരിക്കണം. അതൊരിക്കലും മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്ട്രാക്ഷനും മാത്രമല്ല, മറിച്ച് ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനുമാണ്. ഈ ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും ശരിക്കും മാത്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കുന്നത് +2-ലാണ്. എന്നാൽ +1 ഫിസിക്സിലെ 3ാമത്തെ ചാപ്റ്റർ മുതൽ ഡിഫറൻസിയേഷൻ നമ്മൾ അപ്ലൈ ചെയ്തുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫിസിക്സിൽ പഠിക്കേണ്ടത്. ഈ ഫിസിക്സിനെ എങ്ങനെ മെരുക്കിയെടുക്കാം? അതിന് നിങ്ങൾ ചെയ്യേണ്ടത് 3 കാര്യങ്ങൾ മാത്രമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫിസിക്സ് അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിച്ച് മുന്നോട്ട് പോകുക, ഒരക്ഷരം പോലും നാളത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഫിസിക്സ് പഠിക്കേണ്ടത് കൺസെപ്റ്റുകൾ മനസ്സിലാക്കി മാത്രം പഠിക്കുക, കാണാതെ പഠിക്കാതിരിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ ഭയപ്പെടുത്തുന്ന, നിങ്ങളെ പേടിപ്പെടുത്തുന്ന ഡെറിവേഷൻസ് നിങ്ങൾ എഴുതി പഠിക്കുക. ഡെറിവേഷൻസ് ഒക്കെ വളരെ നിസ്സാരമായി നമ്മുടെ കൈക്കുമ്പിളിൽ ഒതുങ്ങുന്നതാണ്. മക്കളെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നു മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. ഫിസിക്സ് എന്ന കൊലകൊമ്പനെ ചങ്ങലക്കിടാൻ നിങ്ങളുടെ കൂടെ സൈലം കൂടിയുണ്ട്. നമുക്ക് ഒരുമിച്ച് തന്നെ പഠിച്ചു തുടങ്ങാം.